വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. 2 വീഡിയോസ് നിങ്ങൾ കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, ഒന്നാമത്തെ ട്രയൽസ് ആൻഡ് ട്രയംസിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഏതാണ്? ഇൻ ദ ആറ്റിക് ബൈ വ്ലാഡിസ്ലാ സ്പിൽമാൻ. വ്ലാഡിസ്ലാ സ്പിൽമാൻ എന്നറിയപ്പെടുന്ന പോളണ്ടുകാരനായിട്ടുള്ള ഒരു റൈറ്റർ, പോളിഷ് റൈറ്റർ ആണ്, ഫേമസ് റൈറ്റർ ആണ്. പുള്ളിക്കാരൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാർട്ട്, ഒരു നമ്മൾ പറഞ്ഞു സർവൈവർ ടെസ്റ്റിമോണിയാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ജൂതനായിരുന്നു. എന്ന് വെച്ചാൽ ജർമ്മനിയിൽ നടക്കുന്ന അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററിയാണ്, ഒരു ഹിസ്റ്റോറിക്കൽ നടന്ന സംഭവമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പാഠമാണ് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന പാഠം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2ാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയം എപ്പോഴാണ്? 1939 to 1945 വരെയാണ്. 1939 to 1945 വരെ, ഒരു ഏകദേശം 6 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയം. ആ ഒരു സമയത്ത് ജർമ്മൻ ഹോളോകാസ്റ്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. ജർമ്മൻസിന്റെ കൂട്ടക്കുരുതി, അല്ലെ ഹിറ്റ്ലർ, നാസീസ്. അപ്പൊ നാസീസിന്റെ ക്രൂരമായ നടപടികൾ നടക്കുന്നു. ആർക്കെതിരെ? ജൂതന്മാർക്ക്, ജൂസിനെതിരെ, അല്ലെ. അപ്പോൾ ജൂതന്മാരെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആര് ഈ പറയുന്ന കണക്ക് അക്രമം അഴിച്ചു വിടുകയാണ്? ഈ പറയുന്ന നാസീസ്, അല്ലെ. നാസീസ് എന്ത് ചെയ്യുന്നു? ഇവരെ പിടിച്ചോണ്ട് പോവുകയും കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് എന്താണ് പറയുന്ന ഈ ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ട് അവരെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന വളരെ ക്രൂരമായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം. ആദ്യ കാലഘട്ടത്തിൽ സ്പിൽമാൻ എന്ത് ചെയ്യുന്നു? ഒരു ജൂതനാണ്. നമ്മൾ പറഞ്ഞു സ്പിൽമാൻ എന്താണ്? ഈ ജൂതന്മാരൊക്കെ താമസിക്കുന്ന ഗേറ്റോ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. തൻ്റെ അമ്മ, അച്ഛൻ, സഹോദരങ്ങള്, കൂടെയുള്ള ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ ഇവരെയൊക്കെ ആൾക്കാർ പിടിച്ചോണ്ട് പോവുകയും ജർമ്മൻകാർ ഇവരെ കൊന്നുകളയുകയും ചെയ്തു. പതുക്കെ പതുക്കെ ഇയാൾ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് രക്ഷപ്പെടാനായി പല സ്ഥലങ്ങളിൽ ഒളിച്ചൊളിച്ച് താമസിക്കുന്നു. അങ്ങനെ അവസാനം ഒരു ബിൽഡിങ്ങിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ആറ്റിക്കിൽ ഒളിച്ചിരിക്കുകയാണ്? നമ്മുടെ സ്പിൽമാൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നടന്ന ഒരു ഇൻസിഡന്റിനെ, പറയുന്ന ഒരു ഇൻസിഡന്റ് പുള്ളിക്കാരൻ ഇവിടെ എന്ത് ചെയ്യുന്നു? നമുക്കായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അറിയാലോ, ഈ പറയുന്ന സിറ്റുവേഷൻ നടക്കുന്നത് 2ാം ലോക സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമാണ്. നാസിസ് ആരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്? ഏകദേശം 500,000 ജൂതന്മാരെ അവർ കൊന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഈ പറയുന്ന കണക്ക് പോളണ്ടിലെ ഒരു ജൂത ഫാമിലിയിൽപ്പെട്ട ഒരാളായ സ്പിൽമാനെ ഇങ്ങനെ തേടി നടക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു റേഡിയോ ജോക്കി ആയിരുന്നു, ഒരു റേഡിയോയിലൊക്കെ അവതാരകനാണ്, ഒരു കമ്പോസർ, മ്യൂസിക്കൽ കമ്പോസർ ആണ്, പിയാനോ ഒക്കെ വായിക്കുന്ന ആളാണ്. ആൻഡ് ആൾസോ എ റൈറ്റർ ആണ്. അറിയപ്പെടുന്ന ഫേമസ് ആയിട്ട് ആൾ തന്നെയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ അവരിൽ നിന്നും രക്ഷ നേടാനായി, കാര്യം ഇവരെ കണ്ട പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോകും, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊല്ലുകയും വളരെ പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടമാണ് ആ ഒരു ടൈമിൽ നിന്നിരുന്നത്. അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അനുഭവം എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മളോട് പറയുന്ന ഒരു ഭാഗം, ഒരു പാർട്ടാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇൻ ദ ആറ്റിക് എന്നാണ് പേര്. എന്താണ് ഇൻ ദ ആറ്റിക്? തട്ടുമ്പുറത്താണ്. തട്ടുമ്പുറല്ലേ, മച്ചിമ്പുറം അല്ലേ പറയുന്ന നമ്മുടെയൊക്കെ ഒരു റൂഫിന്റെ മുകളിൽ ഒരു ഷെൽഫ്, നമുക്കറിയാം പഴയ വീടുകളിലൊക്കെ തട്ടുമ്പുറം ഉണ്ട്, കണ്ടുണ്ടാവും. ആറ്റിക്, ഇൻ ദ ആറ്റിക് എന്ന് പറയുന്നത് ആരാണ്? ഇന്ന് വ്ലാഡിസ്ലാ സ്പിൽമാൻ. കണ്ട അവിടെ സൈലന്റ്, വ്ലാഡിസ്ലാ സ്പിൽമാൻ എന്ന് പറയുന്നതാണ് റൈറ്റർ. വ്ലാഡിസ്ലാ സ്പിൽമാൻ എന്നാണ് റൈറ്ററിന്റെ പേര്. അപ്പോൾ ഇൻ ദ ആറ്റിക് എഴുതിയാരാണ്ട്? വ്ലാഡിസ്ലാ സ്പിൽമാൻ. നോക്കാം, റൈറ്ററിനെ തന്നെ നമുക്ക് ആദ്യം നോക്കാം. വ്ലാഡിസ്ലാ സ്പിൽമാൻ. കണ്ടോ? വ്ലാഡിസ്ലാ സ്പിൽമാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വ്ലാഡിസ്ലാ സ്പിൽമാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഹി വാസ് ബോൺ ഇൻ 1911. 1911 ജനിക്കുകയും 2000 എന്ത് ചെയ്യുകയും ചെയ്തു? പുള്ളിക്കാരൻ മരിക്കുകയും ചെയ്യുന്നു. വാസ് എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ. ഹിസ് മെമ്മയോ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അപ്പോൾ അറിയപ്പെടുന്ന ആരാണ്? വളരെ അറിയപ്പെടുന്ന ഒരു പോളിഷ് പിയാനിസ്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന വ്ലാഡിസ്ലാ സ്പിൽമാൻ എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ എ ക്ലാസിക്കൽ കമ്പോസർ. ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള മ്യൂസിക് കമ്പോസർ ആണ് ആര്? നമ്മുടെ ഈ പറയുന്ന വ്ലാഡിസ്ലാ സ്പിൽമാൻ. ദ മെമ്മയോ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ്, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള മെമ്മയോ എന്താണ്? മെമ്മർ എഴുതിയിരിക്കുന്നത് പിയാനിസ്റ്റ് എന്നാണ് എൻ്റെ പേര്, ടൈറ്റിൽ ചെയ്യുന്ന പിയാനിസ്റ്റ് എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. 1944 അത് പബ്ലിഷ് ചെയ്യുന്നു. The book was adapted into a film by Roman Polanski in 2002. അപ്പോൾ റോമൻ പൊലൻസ്കി എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരൻ്റെ ഈ ബുക്കിനെ എന്ത് ചെയ്യുന്നു? ഒരു സിനിമയാക്കി മാറ്റുന്നു. സ്പിൽമാൻ കമ്പോസ്ഡ് ഓവർ 500 വർക്ക്സ്. പുള്ളിക്കാരൻ 500ഓളം വർക്കുകൾ, ഒരുപാട് മ്യൂസിക് വർക്ക്സ് എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിയാനോ കമ്പോസിങ് ആൻഡ് ആൾസോ പാട്ടുകൾ തുടങ്ങിയവയൊക്കെ ആര് കമ്പോസ് ചെയ്തിട്ടുണ്ട്? സ്പിൽമാൻ കമ്പോസർ. അപ്പോൾ അറിയപ്പെടുന്ന ഒരു കമ്പോസറാണ്, എഴുത്തുകാരനാണ്, ഒരു എന്താണ് ഈ പറയുന്ന കണക്ക് എന്താണ് ഒരു റേഡിയോ ജോക്കി, റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു പിയാനിസ്റ്റ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഇത് പറയാം. സോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ഇൻ ദ ആറ്റിക്കിൾ പഠിക്കുന്നത്. സോ
ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയല്ലോ, വ്ലാഡിസ്വ സ്പിൽമാൻ. എങ്ങനെയാണ്? വ്ലാഡിസ്വ സ്പിൽമാൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഹി എന്താണ്, എവിടുത്തെ റൈറ്റർ? ഹി വാസ് എ പോളിഷ് റൈറ്റർ, പോളിഷ് കമ്പോസർ ആൻഡ് ആൾസോ എ പിയാനിസ്റ്റ്. പുള്ളിക്കാരന്റെ മെമ്മോയർ അറിയപ്പെടുന്ന പേര് ദ പിയാനിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിയാലോ, അദ്ദേഹം നല്ലൊരു കമ്പോസർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം ആ പാഠഭാഗത്തിൽ ഇതൊക്കെ പറയുന്നു. അപ്പം നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ആദ്യം ഒന്നാമത്തെ പോർഷൻ, നമ്മൾ ആ പാഠം തുടങ്ങുന്നതിന് മുമ്പുള്ള പോർഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കട്ടെ. എവരി ഹ്യൂമൻ ബീങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. എല്ലാ മനുഷ്യർക്കും എങ്ങനെ ജീവിക്കാൻ? ഫ്രീ, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും. ആൻഡ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. എന്താ ഡിഗ്നിറ്റി? എപ്പോഴും ഒരു തല ഉയർത്തിപ്പിടിച്ച് യാതൊരു ഇതും അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഒരു പിറകിലോട്ട് വരാതെ എല്ലാത്തിലും അഭിമാനത്തോടെ ജീവിക്കാനുമുള്ള ഒരു അവസരം അല്ലെങ്കിൽ എന്താണ് ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട് എന്നാണ്. There are universal human rights. ലോകത്തെ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്. But in the world we live in, millions of people are denied these basic rights. ലോകത്തുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ അവരുടേതായ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള യൂണിവേഴ്സൽ റൈറ്റ്സ് ഉണ്ടല്ലേ? അതെ, സ്വതന്ത്രമായി ജീവിക്കാൻ, സ്വതന്ത്രമായി നടക്കാൻ, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ, ഇഷ്ടമുള്ള വസ്തുക്കൾ ആഹാരം ഭക്ഷിക്കാൻ, ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാൻ, ഒരുപാട് ഈ ലോകത്തുള്ള എല്ലാവർക്കും അതിന്റെ അവകാശമുണ്ട്. പക്ഷേ മില്യൺസ് ഓഫ് പീപ്പിൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് പലപ്പോഴും അവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കപ്പെടുന്നു. വ്ലാഡിസ്ലാവ് സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ, വാസ് എ പോളിഷ് ജൂ. നമ്മുടെ ഈ പറയുന്ന റൈറ്റർ, നമ്മുടെ ഈ കമ്പോസർ, പുള്ളിക്കാരൻ എങ്ങനെയുള്ള ആളാണ്? പോളിഷ് ജൂ, ഒരു പോളണ്ടുകാരനായിട്ടുള്ള ജൂതനാണ് ഈ പറയുന്ന വ്ലാഡിസ്ലാവ് സ്പിൽമാൻ. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ ദ ഗേറ്റോ. വാട്ട് മീൻ ബൈ ഗേറ്റോ? ഗേറ്റോ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി പോലെ. നമുക്കറിയാം ഈ അഗ്രഹാരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ബ്രാഹ്മിൺസ് ഒക്കെ താമസിക്കുന്ന, അതുപോലെ ജൂത കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജൂതന്മാരെല്ലാം എന്താണ് താമസിക്കുന്നതാണ് ഗേറ്റോ. എ ഡിസ്മൽ പ്ലേസ്, വളരെ വൃത്തിഹീനം, വലിയ വൃത്തിയൊന്നും ഇല്ലാത്തൊരു പ്ലേസ് ആണ്. മെന്റ് ഫോർ ജൂസ് അലോൺ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വൃത്തിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ആര് താമസിച്ചിരുന്നത്? ഈ പറയുന്ന ജൂതന്മാരെല്ലാം കൂടി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഗേറ്റോ. അവിടെ ഒരു ചേരി പോലുള്ള സ്ഥലത്ത്, വളരെ വൃത്തിയൊന്നും ഇല്ലാത്ത വൃത്തിഹീനമായ ഒരു സ്ഥലത്താണ് ആര് ഇവര് താമസിച്ചിരുന്നത്. മോസ്റ്റ് ഓഫ് ദ ജൂസ് വെയർ ദെൻ സെന്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് വെയർ ദേ വെയർ ടോർച്ചർഡ്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന മിക്കുള്ള ജൂതന്മാരെ അവസാനം എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ഈ പറയുന്ന നാസീസിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകും. ആൻഡ് ദെൻ ടു ഗ്യാസ് ചേമ്പേഴ്സ്. അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകും. വെയർ ദേ വെയർ കിൽഡ് ഇൻ മാസ്. ഇൻ മാസ് മീൻസ് കൂട്ടത്തോടെ, കൂട്ടക്കുരുതി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. കൂട്ടത്തോടെ അവരെ എല്ലാത്തിനെയും ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലും. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻ ഡിസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിംഗ് ദ വാർ. ഈ പറയുന്ന യുദ്ധസമയത്ത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഈ പറയുന്ന നാസികളുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ഈ പറയുന്ന ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പുള്ളിക്കാരൻ ജീവിച്ചത്, എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സർവൈവൽ ടെസ്റ്റിമോണിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ പാഠത്തിലേക്ക് കടക്കാം. അപ്പൊ നോക്കണേ, പാഠത്തിലുള്ള അതേ കാര്യങ്ങൾ, അതേ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്ക് നോക്കാം, ഈ പറയുന്ന വീഡിയോയും കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. I slumped on the chair by the larder door. It was some time before I stammered with difficulty. Do what you like to me. I am not moving from here. അപ്പോൾ നോക്കണേ, I slumped on the chair by the larder door. Larder door means ആ പറഞ്ഞ ഏണിപ്പടിയുടെ ആ സൈഡിലുള്ള ആ പറയുന്ന അവിടുത്തെ ചെയർ, അല്ലെങ്കിൽ ആ പറയുന്ന സ്റ്റോർ റൂമിന്റെ സൈഡിൽ ഞാനിങ്ങനെ ചെയറിലിരിക്കുകയാണ്. It was some time before I stammered. കുറേ നേരത്തിന് ശേഷമാണ് ഞാനിങ്ങനെ സ്റ്റാമർ ചെയ്യുക. പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് പറയാം, പതുക്കെ പറയാം, വിത്ത് ഡിഫിക്കൽട്ടി, വളരെ ബുദ്ധിമുട്ടി സ്റ്റാമർ വിക്കി പറയുക എന്ന് പറയത്തില്ലേ, ആ ഒരു വിക്കലോട് കൂടി ഇങ്ങനെ പറയാം. ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. നിനക്ക് എന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ, ഞാൻ ഇവിടെ നിന്ന് മാറില്ല. എന്നെ എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്ന് മാറതില്ല. ഓക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് തിരിച്ചൊരു വോയിസ് പെട്ടെന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഡയലോഗ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലേ? പെട്ടെന്ന് ലാഡർ ഡോറിന്റെ സൈഡിൽ, സ്റ്റോർ റൂമിന്റെ സൈഡിൽ ഒരു ചെയറിലിരിക്കുന്ന നമ്മുടെ സ്പിൽമാൻ പെട്ടെന്ന് ഡയലോഗ് പറയാണ്. എന്നെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് മാറില്ല പറയാം. പെട്ടെന്ന് നോക്കുന്നു, പെട്ടെന്ന് അവിടെ പറയാണ്, ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. പെട്ടെന്ന് തന്നെ ഒരു ഓഫീസർ, കാര്യം മേ ബി ദർ ഇസ് ഒരു ജർമ്മൻ ഓഫീസർ ആവാം. ആ ജർമ്മൻ ഓഫീസർ എന്ത് ചെയ്യുന്നു? അവിടെ വന്നത് കണ്ടിട്ടാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് പേടിച്ചിട്ട്, അയ്യോ പുള്ളിക്കാരൻ നമ്മൾ പറഞ്ഞു ഒളിച്ചിരിക്കുകയാണ്. എവിടെ? ആറ്റിക്കലൊക്കെ ഒളിച്ചിരിക്കുന്ന സമയത്താണ്.
അപ്പോൾ ഈ പറയുന്ന പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് പേടിച്ചിട്ട് പറയണം നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ, ഞാൻ എന്ത് ചെയ്യില്ല, ഇവിടെ നിന്ന് മൂവ് ചെയ്യില്ല. അപ്പോൾ തിരിച്ച് ആ ഓഫീസർ പറയാണ്, ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. ദ ഓഫീസർ സെഡ്, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനായിട്ട് യാതൊരുവിധ ഇന്റൻഷനും ദുരുദ്ദേശവും എനിക്ക് ഇല്ല. ദെൻ ഹി ആസ്ക്ഡ് മീ, എന്നോട് അവൻ ചോദിച്ചു, എന്നിട്ട് ആ പറഞ്ഞ ഓഫീസർ എന്നോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? എന്ന് ചോദിച്ചു, നീ ജീവിക്കാനായിട്ട് നീ എന്താ ചെയ്യുന്നത്, നീ എന്ത് ചെയ്യുകയാണ്, നീ ആരാണ്, നീ എന്ത് ചെയ്യുകയാണെന്നൊക്കെ എന്ത് ചെയ്യണം ഓഫീസർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, തിരിച്ചു മറുപടി പറഞ്ഞു, ഐ ആം എ പിയാനിസ്റ്റ്. ഞാൻ ആരാണ്, ഒരു പിയാനിസ്റ്റ് ആണെന്ന് നമ്മുടെ സ്പിൽമാൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് മറുപടി പറയുകയാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. കുറച്ചുകൂടെ എൻ്റെ അടുത്തേക്ക് ആ ഓഫീസർ വന്നിട്ട് എന്നെ അടുത്തേക്ക് വന്ന് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ദെൻ ഹീസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദ അതർ റൂം. അതൊക്കെ അയാൾ എന്നെ നോക്കിയിട്ട് തൊട്ടടുത്തുള്ള റൂമിലേക്ക്, അതായത് ഗ്ലാൻസ് മീൻസ് നോട്ടം, ആ പറയുന്ന രണ്ടാമത്തെ തൊട്ടടുത്തുള്ള ഡോറിന്റെ ആ റൂം അല്ലെങ്കിൽ റൂമിന്റെ ഡോറിലേക്ക് പോവുകയാണ്. ആൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ക് ഹിം. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്തു, ഒരു ഐഡിയ, പെട്ടെന്നൊരു ചിന്ത പുള്ളിക്കാരന്റെ മനസ്സിലേക്ക് വന്നു. കം വിത്ത് മീ, വിൽ യു? ഡേ നീ എൻ്റെ കൂടെ വാ, വിളിച്ചു. കം വിത്ത് മീ, എൻ്റെ കൂടെ വാ, വിൽ യു? എന്നൊക്കെ പറ്റൂലേ, വാ 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 വിളിച്ചു. He went into the next room where a piano stood by the wall. അപ്പോൾ ആ ഡോറ് തുറന്ന് അടുത്ത റൂമിലേക്ക് എന്ത് ചെയ്തു, അവര് പോയി. ആൻഡ് where a piano stood by the wall, അതിന്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഒരു പിയാനോ അവിടെ ഇരിക്കുന്നു. The officer pointed to the instrument. ആ ഇൻസ്ട്രുമെന്റിലേക്ക് ആര് പോയിന്റ് ചെയ്തു, നമ്മുടെ ഓഫീസർ പോയിന്റ് ചെയ്തു. പ്ലേ സംതിങ്, എന്തെങ്കിലും ഒന്ന് നീ വായിക്കും. ഓഫീസർ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ എന്താണ് ഇവിടെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞു. പെട്ടെന്ന് ചോദിച്ചു, ഞാൻ പെട്ടെന്ന് അതിൽ തിരിച്ചു പറയണം, ഞാനൊന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല. എന്നിട്ട് വേറെ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, ജോലി എന്താ ചെയ്യുന്നു ചോദിച്ചു. പറഞ്ഞ പിയാനിസ്റ്റ് ആണ്. ആ സമയത്താണ് തൊട്ടപ്പുറത്തെ ആ ഡോറിന്റെ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു റൂം ശ്രദ്ധിക്കുന്നത്. നേരെ അങ്ങോട്ടേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന പിയാനോ ചൂണ്ടിക്കാണിച്ച് സ്പിൽമാനോട് പറഞ്ഞു, എന്ത് ചെയ്യാ, പ്ലേ സംതിങ്, എന്തെങ്കിലും ഒന്ന് വായിക്കാൻ പറയുന്നു. നോക്കാം. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാനിങ്ങനെ എൻക്വയറിംഗ്ലി, ഒരു ചോദ്യം, ഒരു കൺഫ്യൂഷനോട് കൂടി ഞാനിങ്ങനെ പുള്ളിക്കാരനെ നോക്കി. ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാൻ എന്നിട്ട് അനങ്ങിയ ഇല്ല, ഞാൻ മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. കാര്യം അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസറാണ്. ഹി ഒബിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. പുള്ളിക്കാരന് ആ പേടി, കാര്യം പുള്ളിക്കാരനെ പേടിച്ച് നിൽക്കുകയാണെന്നുള്ള ഒരു കാര്യം ആർക്ക് സെൻസ് ചെയ്തു, ആർക്ക് മനസ്സിലായി, പുള്ളിക്കാരൻ നമ്മുടെ ഓഫീസർക്ക് മനസ്സിലായി. സിൻസ് ഹി ആഡ് റീഅഷ്വറിംഗ്ലി, വീണ്ടും ഒന്നും കൂടെ ഉറപ്പുവരുത്തി അയാൾ സംസാരിക്കുകയാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. നീ പേടിക്കൊന്നും വേണ്ട, ഓക്കെ ആണ്, നീ എന്ത് ചെയ്തോളൂ, അത് പ്ലേ ചെയ്തോളും. ഇഫ് എനിവൺ കംസ്, ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ, യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. അപ്പോൾ ആരെങ്കിലും നിന്റെ അടുത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ശബ്ദം കേട്ട് കയറുകയാണെങ്കിൽ നീ ഇവിടെ ഒളിച്ചോളൂ, ആ ലാഡർ ഡോറിന്റെ ബാക്കിൽ നീ എന്ത് ചെയ്തോളൂ, ഒളിച്ചോളൂ. ആരെങ്കിലും വന്നാൽ ഞാൻ പറഞ്ഞോളാം, ഞാനാണ് ഈ പിയാനോ വായിക്കാൻ നോക്കിയതെന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. When I placed my fingers on the keyboard, they shook. പെട്ടെന്ന് അപ്പോൾ അയാൾ ഉറപ്പ് കൊടുത്തപ്പോൾ സ്പിൽമാൻ എന്ത് ചെയ്തു, ഒരു ധൈര്യം വന്നു, എന്ത് ചെയ്യാം, ആ പറയുന്ന പിയാനോ ഒന്ന് വായിക്കാം. അപ്പൊ അതൊക്കെ പുള്ളിക്കാരൻ കൈ ഇവിടെ വയ്ക്കുന്നു, ഈ പറയുന്ന കീബോർഡിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പിയാനോയുടെ കീബോർഡ് വെക്കുന്നു. ബട്ട് ദേ ഷുക്ക്. അതിങ്ങനെ അല്ലെങ്കിൽ അല്ലേ, നമുക്ക് തന്നെ കുറേ നാൾ നമ്മൾ എഴുതാൻ നേരത്ത് നമ്മുടെ കൈ നല്ല ഫ്ലെക്സിബിൾ ആവോടെ, ഒരിക്കലും ഇല്ല അല്ലേ. ഒരുപാട് ദിവസം നമ്മൾ ഈ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എഴുതാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് എഴുതാൻ പാടല്ലായിരുന്ന, പിന്നെ നമ്മൾ എഴുതി വരുമ്പോഴാണ് നമുക്കൊരു ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് അല്ലേ. സംസാരം അങ്ങനെയാണ്, നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് സംസാരിക്കുന്ന നമ്മൾ പെടപെടാ സംസാരിച്ചുകൊണ്ടിരിക്കും, സംസാരിക്കാതെ പെട്ടെന്ന് ഒരു ടാക്റ്റീവ് അല്ലാത്ത പേഴ്സൺ. അപ്പോൾ അതുപോലെയാണ് അയാൾ പിയാനോ വായിച്ചിരുന്നു അല്ലേ, ഒരുപാട് നാൾ വായിച്ചു. പെട്ടെന്ന് കുറേ നാളിന് ശേഷം പെട്ടെന്ന് പിയാനോ വായിക്കാൻ പറഞ്ഞപ്പോൾ അയാളുടെ കൈ ഈ പറയുന്ന ഫിംഗേഴ്സ് ഈ കീബോർഡ് തൊട്ട് പെട്ടെന്ന് വിറച്ചു. ഐ ഹാഡ് പ്രാക്ടീസ് ഫോർ 2.5 years. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ഏകദേശം 2.5 വർഷത്തോളം ആയി ഞാൻ എന്ത് ചെയ്തിട്ട് ഈ പറയുന്ന പിയാനോ വായിച്ചിട്ട്. മൈ ഫിംഗേഴ്സ് വെയർ സ്റ്റിഫ്, ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുകയാണ്, ഫ്ലെക്സിബിൾ അല്ല. ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡട്ട്, കൈ മൊത്തം എന്തുകൊണ്ട്, അഴുക്കുമുണ്ട്. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. ആഴ്ചകളായി ഞാൻ എൻ്റെ നെയിൽസ്, എന്താണ്, നഖങ്ങൾ പോലും വെട്ടിയിട്ട് ആഴ്ചകളായി. ഐ പ്ലേഡ് ചോപ്പിൻസ് നെക്ട്യൂൺ ഇൻ സി ഷാർപ്പ് മൈനർ. അപ്പോൾ ഈ പറഞ്ഞ ചോപ്പിൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു പിയാനോ കമ്പോസറാണ്. അദ്ദേഹത്തിന്റെ നൊക്ട്യൂൺ വായിക്കുന്നു ഇൻ സി ഷാർപ്പ് മൈനർ. അദ്ദേഹത്തിന്റെ നോട്ടാണ് ഈ പറയുന്ന, എന്താണ് ഈ പറയുന്ന ഒരു കമ്പോസിങ് ആയിട്ടുള്ള നോട്ട്, ആ പറയുന്ന ട്യൂൺ എന്ത് ചെയ്യുന്നു, ആര് വായിക്കുകയാണ്, നമ്മുടെ ഈ പറയുന്ന സ്പിൽമാൻ വായിക്കുന്നു. ചോപ്പിൻസ് നൊക്ട്യൂൺ ഇൻ സി ഷാർപ്പ് മൈനർ, ആ പറയുന്ന നോട്ട് അല്ലെങ്കിൽ ആ പറയുന്ന നോട്ട് എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, വായിച്ച് ആർക്ക് കേൾപ്പിക്കുന്നു, ജർമ്മൻ സോൾജറിനെ കേൾപ്പിക്കുന്നു. When I finished, the silence seemed gloomy and eerie. പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ഒരു സംസാരിച്ച് തീർന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് the silence seemed gloomy and eerie. പെട്ടെന്ന് വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു, പെട്ടെന്ന് ആദ്യം വളരെ സൈലന്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിയാനോ വായിക്കുന്നത്. പെട്ടെന്ന് വായിച്ചു തീർന്നപ്പോൾ എന്താ ശബ്ദം തീർന്നൊരു നിശബ്ദമായ രീതിയിൽ ഇങ്ങനെ തോന്നുന്നു. പെട്ടെന്ന് I heard a shot down below outside the building. പെട്ടെന്നൊരു വെടിവെച്ച കേൾക്കാണ്. A harsh loud German noise. ഒരു ജർമ്മൻ ഇതിന്റെ ഒരു വലിയൊരു ഹാർഷ് ലൗഡ് ആയിട്ടുള്ള ഒരു വെടിവെച്ചയും അലർച്ചയും കേൾക്കുകയാണ്.
The officer looked at me in silence. വളരെ സൈലന്റ് ആയിട്ട് ആരെ എന്നെ നോക്കി? നമ്മുടെ ഓഫീസർ സ്പിൽമാനെ നോക്കി. After a while he sighed. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. ആൻഡ് മട്ടർ ചെയ്യുക, പതുക്കെ പിറുപിറുക്കുകയാണ്, അല്ലെങ്കിൽ സ്ലോലി പറഞ്ഞു, all the same you shouldn't stay here. എന്തായെന്നാൽ നീ ഇത് എന്ത് ചെയ്യണ്ട, ഇവിടെ തന്നെ നിൽക്കണ്ട. I will take you out of the city to the village. ഞാൻ നിന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാം? ഈ സിറ്റിക്ക് വെളിയിലുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാം. You will be safer there. നീ അവിടെ ഓക്കെ ആയിരിക്കും. കാരണം യുദ്ധം നടക്കുന്ന സമയമാണ്. പോളണ്ട് ആര് പിടിച്ചെടുത്തിരിക്കുന്ന സമയമാണ്? ഈ പറയുന്ന ജർമ്മൻസ്. പോളണ്ടിന്റെ സിറ്റി, പോളണ്ട് മെയിൻ സിറ്റിയാണ്. ആ സിറ്റി പിടിച്ചെടുത്തിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. സോ പോളണ്ടിൽ നിന്ന് അപ്പുറത്തുള്ള വില്ലേജിലേക്ക് എത്തിക്കാം എന്നെന്തായതോ ഈ പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞു. ആര്? നമ്മുടെ ജർമ്മൻ ഓഫീസർ പറഞ്ഞു. നീ അവിടെ ആയിരിക്കും സേഫർ, നീ ഇവിടെ നിൽക്കേണ്ട എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഈ ജർമ്മൻ ഓഫീസർ പറഞ്ഞു. വളരെ സ്നേഹമുള്ള മറ്റാളോട് ഇതുള്ള ഒരു ജർമ്മൻ ഓഫീസർ. എല്ലാവരും അങ്ങനെയല്ല, എങ്കിലും നമുക്കവിടെ മനസ്സിലാക്കാം. ദെൻ നോക്ക്, ഐ ഷുക്ക് മൈ ഹെഡ്. ഞാനിത് കേട്ടിട്ട് തല കുലിക്കുക. അങ്ങനെ പറ്റില്ല, എനിക്ക് പറ്റില്ല. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്. I said firmly. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറിപ്പോവാൻ പറ്റില്ല. Only now did he seem to understand my real reason for hiding among the ruins. അപ്പം only now, ഇപ്പോഴാണ് പുള്ളിക്കാരന് എന്ത് മനസ്സിലായത്? ഞാൻ എന്തിനാണ് ഈ പറയുന്ന റൂയിൻസ്, ഈ പറയുന്നതിൻ്റെയൊക്കെ ഇടയിൽ, ഈ പറയുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റിക്കിൽ, ഈ പറയുന്ന വസ്തുക്കൾക്കിടയിലൊക്കെ ഒളിച്ചിരുന്നതിൻ്റെ കാര്യം ഇപ്പോഴാണ് പുള്ളിക്കാരന് മനസ്സിലായത്. അയാൾ ചോദിച്ചു, യു ആർ എ ജൂയിഷ്, നീ ഒരു ജൂതനല്ലേ? ഹി ആസ്റ്റ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, യെസ്. Yes, well, he murmured. ശരി, okay. ഈ മർമർ പറഞ്ഞു. In that case, I see you really can't leave. Where are you hiding? ചോദിച്ചു. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റൂല എന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. എന്നിട്ട് ചോദിച്ചു, where are you hiding? എന്നിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? ആര് ചോദിച്ചു? നമ്മുടെ ജർമ്മൻ ഓഫീസർ സ്പിൽമാനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇൻ ദ ആറ്റിക്. ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നേ? ആറ്റിക്കിലാണെന്ന് പറഞ്ഞു. ഇൻസ്പെക്ട് ദ ആറ്റിക്. പുള്ളിക്കാരൻ നേരെ അവനോടൊപ്പം പോവുകയും ദ ആറ്റിക് ഇൻസ്പെക്ട് ദ ആറ്റിക് എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് നോട്ടീസ്ഡ്. എന്നിട്ട് ഞാൻ ഇതുവരെയും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പുള്ളിക്കാരൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബോവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. നോക്കിയപ്പോൾ കാണാം, ആറ്റിക്കിലേക്ക് കയറിപ്പോകുന്ന പടിയുടെ അടുത്ത്, അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ഒരു ലോഫ്റ്റ് ഉണ്ട്. തടികളൊക്കെ ബോർഡൊക്കെ വെച്ചുണ്ടാക്കിയ ഒരാൾക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ്. ആ ലോഫ്റ്റ് എന്ത് ചെയ്തു? ആര് കണ്ടുപിടിച്ചു? ഈ പറയുന്ന നമ്മുടെ ജർമ്മൻ സോൾജർ കണ്ടുപിടിച്ചു. ഓഫീസർ സെഡ്, ആ പറയുന്ന ഓഫീസർ പറഞ്ഞു, ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ്. പുള്ളിക്കാരൻ പറഞ്ഞു, നീ എവിടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഈ പറയുന്ന ലോഫ്റ്റിൽ ഒളിച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, നല്ലതെന്ന് പറഞ്ഞു. ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഇയാള് എന്തെങ്കിലും കഴിക്കാനായിട്ടുണ്ടോ, കഴിച്ചോ എന്നൊക്കെ ആര് ചോദിച്ചു? ഈ പറയുന്ന പുള്ളിക്കാരൻ ചോദിച്ചു. നമ്മുടെ ഓഫീസർ ചോദിച്ചു. നോ ഐ സെഡ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കഴിച്ചില്ല. നെവർ മൈൻഡ്, ഹി ഹാഡ് ഹേസ്റ്റ്ലി. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. വളരെ ഇതായിട്ട് തന്നെ പറയുന്നത്. നെവർ മൈൻഡ്, ഓക്കെ, അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ എന്ത് ചെയ്തോളാം. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് കുറച്ച് ഫുഡ് കൊണ്ടുതരാൻ നമ്മുടെ ഓഫീസർ പറഞ്ഞു. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. ആർ യു ജർമ്മൻ? അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് പുള്ളിക്കാരൻ എനിക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലം കാണിച്ചു തരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജർമ്മൻ സോൾജിയറിന്റെ ഒരു ജർമ്മൻ ഓഫീസറുടെ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇയാൾ ആകെ ഡൗട്ട്. ആദ്യം പിയാനോ വായിക്കാൻ പറഞ്ഞു, ഇയാൾ വെടിവെക്കുന്നില്ല. അതിനുശേഷം ഒളിച്ചിരിക്കാൻ സ്ഥലം കൊടുത്തു. ഞാൻ ജൂതനാണെന്ന് അറിയുന്നു, എല്ലാം അറിയുന്നു. ഫുഡ് വേണമെന്ന് ചോദിക്കുന്നു, ഫുഡ് കൊണ്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സ്പിൽമാന്റെ ഡൗട്ട്, ഇയാളൊരു ജർമ്മൻ ഓഫീസറാണോ? അങ്ങനെ എന്ത് ചെയ്തു? ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. ഞാൻ എന്ത് ചെയ്തു? വെഞ്ചർ ചെയ്യുക. ഞാനൊരു അത്രയും ശക്തി, മീൻസ് ആ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിക്കുകയാണ്. മൈ ഓൺ, എൻ്റെതായ രീതിയിൽ ഞങ്ങൾ ചോദിച്ചു, ആർ യു എ ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻ ആണോ എന്നാര് ചോദിച്ചു? സ്പിൽമാൻ ജർമ്മൻ ഓഫീസറിനോട് ചോദിച്ചു. ഹി ആൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. ഇത് കേട്ടപ്പോൾ ഒരു ഇൻസൾട്ട് പോലെ, നീ ഒരു ജർമ്മൻ ആണോ എന്നല്ലെങ്കിൽ ഇയാളൊരു ജർമ്മൻ ആണോ എന്ന് ചോദിച്ചത് കേട്ടപ്പോഴേ ഒരു ഇൻസൾട്ട് പോലെ തോന്നിയിട്ട് പുള്ളിക്കാരൻ ഒരു അജിറ്റേഷൻ, ദേഷ്യത്തോടു കൂടി, ഒരു വെറുപ്പോടു കൂടി ഒരു ഷൗട്ട് ചെയ്തു. ഷൗട്ടഡ് ഹിസ് ആൻസർ, ഷൗട്ടോട് അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടു കൂടി അയാൾ സംസാരിക്കാം. യെസ് ഐ ആം and ashamed of it after everything that's been happening. അപ്പോൾ ഈ പറയുന്ന സംഭവം പറയാണ്, യെസ്, അതെ, ഞാനൊരു ജർമ്മൻ തന്നെയാണ്, പക്ഷേ ആൻഡ് ashamed of it, ഞാൻ ആ ജർമ്മൻ ആണെന്ന് പറയുന്നതിൽ എനിക്ക് എന്താണ്? അഷെയിമാണ്, നാണക്കേടാണ്, എനിക്കൊരു ഒരു മോശമായിട്ട് തോന്നുകയാണ്. എന്തുകൊണ്ടാണ്? ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ഹാവ് ബീൻ ഹാപ്പനിങ്, ഈ നടക്കുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ, ക്രൈംസും, ഈ പറയുന്ന ഹോളോകാസ്റ്റുകളും, ഈ പറയുന്ന എൻ മാസ് എന്ന് വെച്ചാൽ കൂട്ടക്കൊരുതിയൊക്കെ കാണുമ്പോൾ എന്താണ്?
എനിക്ക് ഒരു ജർമ്മൻ ആണെന്ന് പറയുന്നതിൽ എനിക്ക് എന്ത് തോന്നുകയാണ്, ഒരു നാണക്കേട് തോന്നുകയാണെന്ന് പുള്ളിക്കാരൻ പറയാണ്. ഒരു അജിറ്റേറ്റഡ് ആയിട്ട് ദേഷ്യത്തോടു കൂടി ഒരു ഇൻസൾട്ടഡ് ഫീലിൽ പുള്ളിക്കാരൻ പറയാണ്. നീ ഒരു ജർമ്മൻ ആണോ അല്ലെങ്കിൽ ഇയാളൊരു ജർമ്മൻ ആണോ ചോദിച്ചപ്പോൾ വളരെ ഇൻസൾട്ടഡ് ആയിട്ട് അജിറ്റേറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു മറുപടി പറഞ്ഞു. അപ്പോൾ ചോദിക്കാം എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ അജിറ്റേറ്റഡ് ആയത്? നമുക്കൊരു ചോദ്യം വന്നാൽ എഴുതി കൂടെ. ബിക്കോസ് എന്താണ്, അദ്ദേഹത്തിന് എന്ത് ഇഷ്ടമല്ല ഇപ്പോൾ ഈ പറയുന്ന ജർമ്മൻസിന്റെ രീതികൾ, പ്രവർത്തികൾ, നാസീസ് എന്ത് ചെയ്യുന്ന ഇവരെ ഈ പറയുന്ന ക്രൂരമായ ജൂസിനെ എന്ത് ചെയ്യാണ്, കൊന്നൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് ഇഷ്ടമല്ല, ഈ പറയുന്ന ജർമ്മൻ ഓഫീസർക്ക് ഇഷ്ടമല്ല. ആബിഗ്ലി ഹി ഷൂക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് തന്നെ എന്താണ്, വളരെ പെട്ടെന്ന് അതിൽ കൈ ഷേക്ക് ഹാൻഡ് എന്നിട്ട് എന്ത് ചെയ്തു, പുള്ളിക്കാരൻ നേരെ എങ്ങോട്ടേക്ക് പോയി, തിരിച്ച് അയാൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോയി. അപ്പോൾ ഈ പറയുന്ന നിനക്ക് നമ്മുടെ ആര് പോയി, നമ്മുടെ ജർമ്മൻ ഓഫീസർ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, പോവാണ്. നോക്ക്, 3 days passed, 3 ദിവസം കഴിഞ്ഞു. ബിഫോർ ഹി റീഅപ്പിയർഡ്, 3 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു, റീഅപ്പിയർ ആയി നമ്മുടെ ഈ പറയുന്ന ജർമ്മൻ സോൾജിയർ അല്ലെങ്കിൽ നമ്മുടെ ജർമ്മൻ ഓഫീസർ തിരികെ വന്നു. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. ഹലോ, ആർ യു ദേർ? എന്ത് ചെയ്തു ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജർമ്മൻ ഓഫീസർ പോയിട്ട് എന്ത് ചെയ്യാണ്, ജർമ്മൻ ഓഫീസർ തിരിച്ചു വന്നു അല്ലേ. ഒരു ഈവനിങ് ടൈം ആണ്. ആൻഡ് പിച്ച് ഡാർക്ക് എന്ന് വെച്ചാൽ നല്ല ഇരുട്ട്. ആ ഇരുട്ടുള്ള സമയത്ത് ഐ ഹെഡ് എ വിസ്പർ, ഒരു പെട്ടെന്ന് ചെറുതായിട്ട് ആരോ സംസാരിക്കുന്ന കണക്ക് ചോദിക്കുകയാണ്. ഹലോ, ആർ യു ദെയർ എന്ന് ചോദിക്കുകയാണ്. പതുക്കെ ഒരു ശബ്ദം എന്താണ് കേൾക്കുകയാണല്ലേ. ഹലോ, നീ അവിടെ ഉണ്ടോ, ഇയാൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. യെസ് ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ എന്താണ്, ഇവിടെ തന്നെ ഉണ്ട് എന്ന് മറുപടി പറയുകയാണ്. സൂൺ ആഫ്റ്റർവാർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. പെട്ടെന്ന് എൻ്റെ അരികിലേക്ക് എന്തോ ഒരു സാധനം പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിടുകയാണ്. ത്രൂ ദ പേപ്പർ, ഒരു പേപ്പർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഐ ഫെൽ സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് which later turned out to be jam wrapped in greaseproof paper. പുള്ളിക്കാരൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ചോദിച്ചു, ഡേ നീ അവിടെ ഉണ്ടാവും ചോദിക്കുന്നു പതുക്കെ. അപ്പോൾ പറഞ്ഞു യെസ് ഞാൻ അവിടെ ഉണ്ട്. പെട്ടെന്ന് കേട്ടോണേ എൻ്റെ ബിസൈഡ് എന്ന് വെച്ചാൽ അരികിലേക്ക് സമീപത്തേക്ക് ഒരു പൊതി വന്ന് വീഴുകയാണ്. വീണപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ത്രൂ ദ പേപ്പർ, ആ പൊതിയുടെ പേപ്പറിന്റെ മുകളിലൂടെ ഇങ്ങനെ നോക്കി. ഐ ഫെയിൽ ലൈക്ക് സെവറൽ ലോവ്സ്. ലോഫ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബ്രെഡ് പീസസ് ആൻഡ് സംതിങ് സോഫ്റ്റ്, എന്തോ സോഫ്റ്റ് ആയിട്ട് എന്തും കൂടെ ഉണ്ട്. which later turned out to be jam wrapped in greaseproof paper. ഒരു greaseproof പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ പൊതിയുന്ന പേപ്പറിലേടെ വൈറ്റ് കളർ പേപ്പർ, ഈ പറഞ്ഞ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ, ആ പേപ്പറാണ് കൊള്ളയിൽ ജാം തേച്ചിട്ടുണ്ട്. ജാം തേച്ച് വെച്ചേക്കുന്ന, ജാം ടൈപ്പ് തേച്ച് വെച്ച് അത് റാപ്പ് ചെയ്ത് മടക്കി വെച്ചേക്കുന്ന ഒരു പേപ്പറും അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ മടക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. I quickly put the package to one side and called, wait a moment. I quickly, ഞാൻ പെട്ടെന്ന് ആ പാക്കേജ് എന്ത് ചെയ്തു, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, wait a moment, ഒരു നിമിഷം നിൽക്കണേ. വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻ. പെട്ടെന്ന് ഇംപേഷ്യൻ, പെട്ടെന്ന് ഇംപേഷ്യനില്ല. വാട്ട്സ് ഇറ്റ്, ഹറിയപ്പ്, എന്താ പറ, എന്താ കാര്യം പറ, പെട്ടെന്ന് പറ. ഒരു പേഷ്യൻ്റ് അല്ലേ, പെട്ടെന്ന് പോകണം, ആരെങ്കിലും കണ്ടാൽ പണി കിട്ടുമല്ലോ. പെട്ടെന്ന് വാട്ട്സ് ഇറ്റ്, ഹറി, വാട്ട് ഈസ് ഇറ്റ്, അറിയപ്പ്, എന്താ ഇങ്ങനെ കാര്യം പറയും. ദ ഗാർഡ്സ് ആർ മീ കം ഇൻ ഹിയർ ആൻഡ് ഐ മസ്റ്റ് സ്റ്റേ ലോങ്. എന്നിട്ട് പറയാണ്, നീ പെട്ടെന്ന് കാര്യം പറ, ഗാർഡ്സ് ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന കാണുകയും ചെയ്ത്, ആൻഡ് ഐ മസ്റ്റ് സ്റ്റേ ലോങ്, ഞാൻ കുറേ നേരം എനിക്ക് ഇവിടെ നിൽക്കാനും പറ്റത്തില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. പെട്ടെന്ന് പറയാണ്, നീ എന്തായാലും കുറച്ച് കുറച്ച് ആഴ്ചയും കൂടെ നീ ഇവിടെ തന്നെ പിടിച്ചില്ല. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലാറ്റസ്റ്റ് പറയാണ്. നീ കുറച്ചാളും കൂടെ പിടിച്ചില്ലേ, സ്പ്രിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, ഏകദേശം സ്പ്രിംഗ് ഓവർ ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന യുദ്ധം അവസാനിക്കും. നീ കുറച്ച് ആഴ്ചയും കൂടെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ നിൽക്കാൻ നോക്കുന്നത്. വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ അറിയപ്പെട്ട് പെട്ടെന്ന് ഇംപേഷ്യൻ്റ് ആയിട്ട് നമ്മളെ പുള്ളിക്കാരൻ പറഞ്ഞു. ദ വോയിസ് ഫെൽ സൈലന്റ്. പെട്ടെന്ന് വോയിസ് മിണ്ടാതാവുന്നു. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദയർ. ഓഫീസർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാ. ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, പുള്ളിക്കാരൻ പോയോ എന്നും അറിയത്തില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. പക്ഷെ പെട്ടെന്ന് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, പുള്ളിക്കാരൻ സംസാരിച്ചു. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? എന്നിട്ട് വീണ്ടും പറയുന്നു, നീ അവിടെ തന്നെ ഇരിക്കണം, നീ കേൾക്കുന്നുണ്ടോ എന്ന് പുള്ളിക്കാരൻ വീണ്ടും ഒന്നും കൂടെ ചോദിച്ചു. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്. അപ്പോൾ ഇപ്പം ആദ്യം പറഞ്ഞു, നീ കുറച്ച് ആദ്യം നമ്മളെ ഓഫീസർ പെട്ടെന്ന് പറയാണ്, ഇടേ സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന എന്ത് തീരും, ഈ പറയുന്ന യുദ്ധം അവസാനിക്കും, നീ കുറച്ച് വീക്ക് കൂടെ ഇവിടെ നിൽക്കണം. എന്നിട്ട് കുറച്ച് നേരം മിണ്ടാ സൈലൻസ് ആവുന്നു. അപ്പോൾ ഇവനെ വിചാരിച്ചു അയാൾ പോയി കാണും. പെട്ടെന്ന് വീണ്ടും ഒന്നുകൂടെ ശബ്ദം കേൾക്കുകയാണ്. ഡേ നീ കേൾക്കുന്നുണ്ടോ? ഒരു ഹാർഷായിട്ട്, ഒരു പരുക്കനെ ഒരു ഓർഡർ കൊടുക്കുന്ന പോലെ പറയാണ്. നീ കേൾക്കുന്നു, നീ കുറച്ചാളും കൂടെ ഇവിടെ ഇരിക്കണം, നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹിസ് വോയിസ് സൗണ്ട് ഹാർഷ്, ആൾമോസ്റ്റ് ആസ് ഇഫ് he were giving an order കൊടുക്കുന്ന പോലെ പറയുന്നു. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. അപ്പോൾ വേറെ ഒന്നുമല്ല, പുള്ളിക്കാരൻ്റെ ആ ഒരു വിശ്വാസം അല്ലേ, എന്തായാലും യുദ്ധം അവസാനിക്കും, നിങ്ങളെല്ലാം ഫ്രീ ആവുമെന്നുള്ള ആ ജർമ്മൻ ഓഫീസറുടെ ഒരു വിശ്വാസം എന്ത് ചെയ്തു, അയാളുടെ ആ വാക്കുകൾ എന്ത് ചെയ്തു, പ്രകടമായി പുള്ളിക്കാരനെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിൽമാന് തോന്നി എന്ന് പറയാണ്. Only then did I hear the quiet sound of the attic door closing. പതുക്കെ ആറ്റിക്കിന്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദം എന്ത് ചെയ്തു, ഞാനിങ്ങനെ കേട്ടു. Monotonous, hopeless weeks passed by. ഒറ്റയ്ക്ക് വേറെ ഒരു വലിയ മോണോട്ടോണസ് എന്ന് വെച്ചാൽ വലിയ ചേഞ്ച് ഒന്നുമില്ല, എല്ലാം ഒരേ കണക്കാണ്, എല്ലാ ദിവസവും ഒരേപോലെ, ഒരുപോലുള്ള ഹോപ്പ്ലെസ്, അതേ കണക്ക് എല്ലാ ദിവസവും ഹോപ്പ്ലെസ് ആണ്, പ്രതീക്ഷയില്ലാത്ത ആഴ്ചകൾ എന്ത് ചെയ്തു, കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ.
പതുക്കെ പതുക്കെ ആർട്ടിലറി പറയുന്ന പീരങ്കിയുടെ ശബ്ദം എന്താണ് പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. There were days when not a single shot broke the silence. ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ആ പറയുന്ന ആ ശബ്ദം വെടിവെച്ചുള്ള ശബ്ദം കുറഞ്ഞു വന്നു. ചില ദിവസങ്ങളിൽ ശബ്ദം പോലും ഇല്ലാണ്ടായി. Soldiers went up and down the stairs. പതുക്കെ സോൾജേഴ്സ് താഴോട്ടും മുകളിലോട്ടും ഇറങ്ങുന്ന ശബ്ദം, ആറ്റിക്കിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ശബ്ദം ആര് കേട്ടു തുടങ്ങി? നമ്മുടെ സ്പിൽമാൻ കേട്ടു. Often bringing large packages up to the attic and fetching other down. വലിയ പാക്കേജസ് ആറ്റിക്കിലേക്ക് കൊണ്ടുവയ്ക്കുന്നു, ബാക്കിയുള്ളവ തിരിച്ച് അവിടെ നിന്ന് എടുത്ത് ചിലതെടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരുന്ന ശബ്ദങ്ങളൊക്കെ ആര് കേട്ടോണ്ടിരിക്കുകയാണ്? നമ്മുടെ ശബ്ദം മാത്രമേ കാണാൻ പറ്റൂ, ലോഫ്റ്റ് ഒളിച്ചിരിക്കുകയാണ് അല്ലേ. ശബ്ദങ്ങളൊക്കെ ആര് കേട്ടു? നമ്മുടെ സ്പിൽമാൻ കേട്ടു. But my hiding place was well chosen. അപ്പോൾ അയാളിങ്ങനെ ചിന്തിക്കുകയാണ്, ശരിയാണ്, ഞാൻ ഹൈഡ് ചെയ്യാൻ യൂസ് ചെയ്ത പ്ലേസ് കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്, ചോസൺ അല്ലേ. കാര്യം ആദ്യം ആറ്റിക്കിലായിരുന്നു, പുള്ളിക്കാരൻ നമ്മുടെ ജർമ്മൻ ഓഫീസർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഏതിലോട്ട് മാറിയത്? ഈ പറയുന്ന ലോഫ്റ്റിലേക്ക് മാറി അല്ലേ. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ആരും തന്നെ ഈ ലോഫ്റ്റ് സെർച്ച് ചെയ്യണമെന്നുള്ള കാര്യം ചിന്തിക്കത്തില്ല. അപ്പോൾ അതുവരെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ സുരക്ഷിതരാണെന്നുള്ള ആ പറയുന്ന ഹൈഡിങ് പ്ലേസ് ഒക്കെ ചൂസ് ചെയ്തതിനെ കുറിച്ച് ഇയാൾ ചിന്തിച്ച് വളരെ സുരക്ഷിതനായി അവിടെ ഇരിക്കുകയാണ്. ഓൺ 12 ഡിസംബർ 12 the officer came for the last time. അവസാനമായി നമ്മുടെ ഓഫീസർ എന്ത് ചെയ്യാണ്? ഇയാളെ കാണാനായി വരുന്നു. He bought me a larger supply of bread and than before and a warm eiderdown. Eiderdown means ഒരു കോട്ടാണ്. ഓക്കെ, നോക്കാം. On 12 ഡിസംബർ 12 the officer came for the last time. അവസാനമായി നമ്മുടെ ജർമ്മൻ ഓഫീസർ വരികയാണ്. He brought കൊണ്ടുവരിക, brought എന്നാണ്. ഓക്കെ, he brought me a larger supply of bread than before and a warm eiderdown. പുള്ളിക്കാരൻ മുമ്പ് കൊണ്ടുവന്നേക്കാൾ ഒരുപാട് ബ്രെഡും ഇതൊക്കെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. ആൻഡ് വാം എയ്ഡഡ് ഡൗൺ എന്ന് വെച്ചാൽ എയ്ഡഡ് ഡക്ക് എന്ന് പറഞ്ഞ ഡക്ക് ഒരു താറാവാണ്. ആ താറാവിന്റെ തൂവലുകൾ കൊണ്ടുണ്ടാക്കിയ വലിയ കട്ടുകൂടിയ ഒരു ബ്ലാങ്കറ്റ് ടൈപ്പ് ഓഫ് ബ്ലാങ്കറ്റ് കണക്കുള്ള ഒരു എന്താണ് കോട്ടാവാം. കോട്ട് എന്ത് ചെയ്തു? ആർക്കുമായി കൊണ്ടുവന്നു? എനിക്കായിട്ട് കൊണ്ടുവന്നു. He told me he was leaving Warsaw. വാർസോ എന്ന സ്ഥലത്താണ് ഇപ്പോൾ അവരുള്ളത്. വാർസോ എന്ന് പറയുന്നത് നമ്മുടെ പോളണ്ടിന്റെ ക്യാപിറ്റലാണ്. ഓക്കെ, വാർസോയിൽ നിന്ന് എന്ത് ചെയ്യാണ്? അവര് ലീവ് ചെയ്യാണെന്ന് പറയുന്നു. ബിക്കോസ് ഡിറ്റാച്ച്മെന്റ്, അവരുടെ ആർമിയുമായിട്ട് പോകുന്നു. ആൻഡ് I must on no count lose heart. അപ്പൊ എന്നിട്ട് എനിക്ക് എന്ത് ചെയ്തു? കേട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? ആ ഒരു വിഷമമൊക്കെ തോന്നി. ഓൺ നോ കൗണ്ട് ഓഫ് അക്കൗണ്ട് ലൂസ് മൈ ഹാർട്ട് എന്താണ്, എനിക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ പോകുന്നതിലൊരു ഇത് തോന്നി അല്ലേ. മീൻസ് പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സന്തോഷം തോന്നാം. കാര്യം വേറെ ഒന്നുമില്ല, ജർമ്മൻസ് ഇവിടെ നിന്ന് പോകുന്നത് കേൾക്കുമ്പോഴേ സന്തോഷമാണ്. കാര്യം പോളണ്ട് എന്ത് ചെയ്യുന്നു? ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ അവർ അതിൻ്റെ പിടിയിൽ നിന്ന് മാറുന്നു എന്നുള്ള തോട്ട് വരാം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നു 12 ഡിസംബറിൽ പുള്ളിക്കാരൻ തിരിച്ചു വരികയും ഒരുപാട് ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് കണക്കുള്ള ഒരു കോട്ടും എന്ത് ചെയ്തു? പുള്ളിക്കാരനെ കൊണ്ട് കൊടുത്തു. തണുപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ട് കൊടുക്കുകയും ഈ പറയുന്ന കണക്ക് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ പറഞ്ഞു നമ്മൾ ഈ പറയുന്ന വാർസോയൊക്കെ വിട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ചോദിച്ചു, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. അപ്പോൾ പോവുകയാണ്, എന്ത് ചെയ്യേണ്ട, വെറി ആവണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. എന്നിട്ട് അപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ നമ്മുടെ സ്പിൽമാൻ ചോദിച്ചത്, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഞാൻ എങ്ങനെയാണ് ഈ യുദ്ധം, സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ നിന്നും എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യുമെന്ന് ആരോട് ചോദിച്ചു? നമ്മൾ ഈ പറയുന്ന ജർമ്മൻ ഓഫീസറിനോട് നമ്മുടെ സ്പിൽമാൻ ചോദിച്ചു. ഐ സെഡ് ആൻഷ്യസ്ലി, വളരെ ആൻഷ്യസ് ആണ്. സാർ എങ്ങനെയാണ് സാർ ഞാൻ ഈ പറയുന്ന തെരുവ് യുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്നും ഞാൻ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം എന്ത് ചെയ്തു? ആര് ചോദിച്ചു? നമ്മുടെ സ്പിൽമാൻ ചോദിച്ചു. If you and I have survived this inferno for over 5 years, he replied, it's obviously God's will for us to live. അപ്പോൾ നോക്കാം, if you and I have survived this inferno എന്ന് വെച്ചാൽ ഈ പറയുന്ന അഗ്നിപരീക്ഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തീച്ചൂള. ഓക്കെ, ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർനോ ഫോർ ഓവർ 5 years, ഏകദേശം 5 വർഷത്തോളമായി ഞാനും നീയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഇൻഫെർനോ, ഈ പറയുന്ന അഗ്നിപരീക്ഷയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തീച്ചൂളയിൽ നിന്നും സർവൈവ് ചെയ്തില്ലേ? ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ us to live. ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവാം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകാം എന്നെന്ത് ചെയ്യാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കാം എന്ന് പുള്ളിക്കാരൻ പറയാം, നമ്മുടെ ജർമ്മൻ ഓഫീസർ പറയാം. We had already said goodbye. നമ്മൾ എന്ത് ചെയ്തു? ഗുഡ് ബൈ പറയാണ്. And he was about to go. പുള്ളിക്കാരൻ പോവാനായി നിൽക്കുകയാണ്. When an idea came to me at the last moment, ആ ഒരു അവസാനം പുള്ളിക്കാരൻ ബൈയൊക്കെ പറഞ്ഞ് പോവാനായി നിൽക്കുന്ന അവസാന മൊമെന്റിലാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത്. I had long been racking my brains for some way of showing him my gratitude. എങ്ങനെയെങ്കിലും എൻ്റെ നന്ദി, കാര്യം ഇത്രയും സഹായം, ആഹാരം കൊണ്ട് കൊടുത്തു അല്ലെ, ഒളിക്കാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു അല്ലെ, പുള്ളിക്കാരനെ കൺസിഡർ ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരനെ തിരിച്ച് എന്തെങ്കിലും ഗ്രാറ്റ്യൂഡ്, നന്ദി, ഈ ചെയ്തതിനൊക്കെ നന്ദി തിരിച്ച് കൊടുക്കണമല്ലോ. ഇപ്പൊ എന്തായാലും സാധിക്കത്തില്ല. അപ്പോൾ അയാൾക്ക് ആ നന്ദി അറിയിക്കാനായി എന്തെങ്കിലും കാണിക്കാനായി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെന്ന് കുറേ നാളെ റാക്കിയ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിയിൽ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ആ ഐഡിയ ഉണ്ടായത്. എന്താണ് ഐഡിയ എന്ന് നോക്കാം. ലിസൺ, നിൽക്കാൻ പറയുന്നു, നിൽക്കുക ലിസൺ
ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജന്റ്ലി. പെട്ടെന്ന് കൈ പിടിച്ചപ്പോഴത്തെ പോകാൻ നേരത്തെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സർ നിൽക്കുക സ്പീക്ക് അർജന്റ്ലി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. സാർ ഞാൻ അങ്ങയോട് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യു ഡിഡ്ന്റ് ആസ്ക് മീ, എന്നോട് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. അങ്ങ് എൻ്റെ പേര് ഓർക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങ് എന്നോട് പേര് ചോദിച്ചിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അങ്ങ് എൻ്റെ പേര് അല്ലെങ്കിൽ താങ്കൾ എൻ്റെ പേര്, സാറിൻ്റെ പേര് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഹു നോസ് വാട്ട് മേ ഹാപ്പൻ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് ആർക്കാണ് അറിയാൻ സാധിക്കുന്നത്? എന്ത് വേണമെങ്കിലും ഇനി അങ്ങോട്ട് സംഭവിക്കാം. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. ഇഫ് ഐ സർവൈവ് ഐ വിൽ സെർട്ടൻലി ബി വാക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ ഗെയിൻ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ദൂരമുണ്ട്, നിങ്ങൾ പോകാൻ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട്, വീട്ടിലേക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇഫ് ഐ സർവൈവ്, ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ, ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. പോളിഷ് റേഡിയോയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ വീണ്ടും എവിടെ വർക്ക് ചെയ്യാം? പോളിഷ് റേഡിയോ തന്നെ വർക്ക് ചെയ്യും. ഐ വാസ് ദെയർ ബിഫോർ ദ വാർ. വാറിന് മുമ്പ് ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ റിമെമ്പർ മൈ നെയിം. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ അറിയിക്കാം. റിമെമ്പർ മൈ നെയിം, എൻ്റെ പേര് നിങ്ങൾ ഓർത്തോളൂ. എന്താണ് എൻ്റെ പേര്? സ്പിൽമാൻ, പോളിഷ് റേഡിയോ. പോളിഷ് റേഡിയോയിലെ സ്പിൽമാൻ എന്നാണ് എൻ്റെ പേര്. ഹി സ്മൈൽ ഹിസ് യൂഷ്വൽ സ്മൈൽ. പുള്ളിക്കാരെ ഇത് കേട്ട് എന്ത് ചെയ്തു? വളരെ യൂഷ്വൽ ആയിട്ടുള്ള നോക്കി എന്നെ എന്ത് ചെയ്തു? ചിരിച്ചു. ഹാവ് ഷൈ ആൻഡ് എംപ്രാസ്ഡ് അല്ലേ? വളരെ ഷൈയോട് കൂടി, ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഷൈനെസ്സോട് കൂടി പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരനെ കാണാൻ ചിരിച്ചിട്ട് പോകുന്നു. ബട്ട് ഐ ലെഫ്റ്റ്, ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. ഒരു കുട്ടിയെ പോലെ, ഒരു കുട്ടിയുടെ ആഗ്രഹം പോലെ, നീ എനിക്ക് തന്നില്ല, ഞാൻ നിനക്ക് തിരിച്ചു തരും എന്നുള്ള രീതിയിൽ ആ ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്താണ് അവളുടെ ആ വിഷ് കണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ആഗ്രഹം, താൻ എന്നെ സഹായിച്ചല്ലോ, തനിക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ, നിങ്ങൾ എൻ്റെ പേര് ഓർത്തോളൂ, എൻ്റെ പേരെന്താണ്? സ്പിൽമാൻ, പോളിഷ് റേഡിയോ എന്നാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ എൻ്റെ ആ നെയ്വ് മീൻസ് കുട്ടിത്തം പറഞ്ഞ ആ ഒരു സ്വഭാവം കണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വളരെ ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പുള്ളിക്കാരൻ പോവുകയാണ്. ഇത്രയുമാണ് നമ്മളിപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ജർമ്മൻ സോൾജിയർ ആരെ സഹായിക്കുകയാണ്? ഒരു ജൂതനെ സഹായിക്കുകയാണ്. ഇറ്റ്സ് എ ടൈപ്പ് പോലെ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ജർമ്മൻസിനെ നമ്മൾ ക്രൂവൽ ഒരു ഇമേജ് ആണ് കൊടുത്തിരുന്നതെങ്കിലും ആ ജർമ്മൻസിലും നല്ലവരായ, നല്ല മനസ്സുള്ള, മറ്റാൾക്കാരെ സംരക്ഷിക്കാനും മറ്റുള്ള ആൾക്കാരോട് കൈൻഡ്നെസ്സും എമ്പതിയും ഉള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിൽ ഒരുപാട് പേർക്കും ഇപ്പം മുമ്പും ഹിസ്റ്ററീസിലും ഉണ്ട്, ഇപ്പോഴും നടക്കുന്ന കാര്യം, പാസ്റ്റിലും പ്രസന്റിലും ഇനി ഫ്യൂച്ചറിലും പല ആൾക്കാർക്കും അവരുടെ ഫ്രീഡം എന്ത് ചെയ്യപ്പെടാം? ഡിനേ ചെയ്യപ്പെടാം അല്ലേ. അപ്പോൾ പലരും ചില ആൾക്കാരെ സഹായിക്കും, ചില ആൾക്കാരാണെങ്കിലോ ചില ആൾക്കാരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആയി ഒരു ജർമ്മൻ സോൾജിയർ, നാസി സോൾജിയർ ആരെ സഹായിക്കുന്നു? ഒരു ജൂവിനെ സഹായിക്കുന്ന ഒരു കാഴ്ച. ഒന്നാമത്തെ പാർട്ട് നമുക്കിവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കും. താങ്ക് യു.